നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചതയം നക്ഷത്രക്കാർക്ക് വേഴഗ്രഹം ഈ വർഷം സഞ്ചരിക്കുന്നത് 6-ലും 7-ലും വീണ്ടും 6-ലാണ്. അപ്പോൾ ഈ 6-ല് വേഴ നിൽക്കുന്ന സമയം നമുക്ക് കുറച്ച് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളുണ്ട്. 2026 6-ാം മാസം 2-ാം തീയതിയാണ് വേഴൻ കർക്കിടകം രാശിയിൽ 6-ല് വരുന്നത്. 2026 10-ാം മാസം വീണ്ടും 6-ൽ നിന്നും മാറി 7-ല് ചിങ്ങൻ രാശിയിൽ വരും. 2027 ജനുവരി മാസം അത് വീണ്ടും 6-ലേക്ക് വരും. പിന്നെ 2027 6-ാം മാസം 26-ാം തീയതി വരെ കർക്കിടകൻ രാശി തന്നെ നിൽക്കും. കർക്കിടകൻ രാശിയിൽ നിന്നും മാറും. 2027 6-ാം മാസം 26-ാം തീയതി കർക്കിടകൻ രാശിയിൽ നിന്ന് മാറി ചിങ്ങത്തിൽ വരും. അപ്പോൾ ഈ വേഴ മാറ്റം എന്ന് പറയുന്നത് കുംഭരാശി കൂറുകാർക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉള്ളതാണ്. കാരണം 6-ല് വേഴം വരുമ്പോൾ ഈശ്വരാനുഗ്രഹം കുറഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ്. 6-ല് വേഴം നിൽക്കുമ്പോൾ നമ്മളൊരു ഓട്ടിനായിരിക്കും ചിലപ്പോൾ തോറ്റു പോകുന്നത്, ഒരു മാർക്കിന് തോറ്റു പോകും. റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാൻ തടസ്സം. നല്ല ജോലി കിട്ടിയ അത് നമുക്ക് വേണ്ടാന്ന് തോന്നിപ്പോൾ. പ്രമോഷൻ കിട്ടിയ ജോലി ഭാരമൊന്നും കൊണ്ട് അത് ഉപേക്ഷിച്ച് വേറെ ജോലിക്ക് പോകാൻ തോന്നി. വിവാഹം നടക്കാൻ തടസ്സം. നടന്ന ബന്ധങ്ങൾ വേണം വേണ്ട എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും. മക്കളുണ്ടാകാനും തടസ്സം. പിള്ളേർക്കും പലവിധ അസുഖങ്ങളും ശത്രുതകളും ഒക്കെ ഉണ്ടാവും. മക്കളെ കൊണ്ടുള്ള ചില പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയണത് പിള്ളേർ കേൾക്കൂല, പിള്ളേർ പറയണത് നമ്മൾ കേൾക്കൂല. അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വലിയ ദുരിതങ്ങളായിട്ട് മാറാതിരിക്കാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കുറച്ചൊക്കെ മക്കൾ പറയണതും കൂടെ നമ്മൾ കേട്ടില്ലെങ്കിൽ പിള്ളേർ കലവിച്ച് പോവാനും മരിച്ചു കളയാനൊക്കെ ശ്രമിക്കുന്ന സമയമാണ് വേഴ 6-ല്. ഇന്നതേ പഠിക്കാവൂ, ഇന്നതേ ചെയ്യാവൂ എന്നുള്ളതിനെക്കുറിച്ച് കർക്കശമായിട്ടുള്ള സമീപനങ്ങൾ പാടില്ല. പിള്ളേരുടെ കാര്യത്തിനൊക്കെ നമുക്ക് വിഷമം വരും, കൂടുതൽ കടങ്ങളും വരും. കാരണം ഈ വേഴ 6 നിൽക്കുമ്പോൾ ഹൃണാർത്ഥ ചോര ക്ഷതരോഗ ശത്രു എന്നാണ്. ബാധ്യതകൾ എന്ന് വെച്ചാൽ കടങ്ങൾ കൂടി വരും. നമ്മൾ ആവശ്യത്തിനും കടങ്ങൾ വാങ്ങിക്കും. പിള്ളേരുടെ കാര്യത്തിനും വിദ്യയ്ക്കും വിവാഹത്തിനും പിള്ളേരുടെ വിദേശ യാത്രയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് കടങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കൂട്ടും. പിള്ളേർ പഠിച്ച് മിടുക്കരായിട്ട് വന്നാലും അവർക്ക് നല്ലത് വന്നാലും നമ്മളെ കടം തീർന്നു വരാൻ ചിലപ്പോൾ പ്രയാസങ്ങളും വർഷങ്ങളും എടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, വലിയ റിസ്ക് കൊണ്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ക്ഷതം മറിഞ്ഞ് വീണ് കൈകാലും ഒക്കെ ഒടിയുമെന്നാണ് വേഴ 6 നിൽക്കുമ്പോൾ. ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറയും. കാരണം ഈ രോഗസ്ഥാനവും ശത്രുസ്ഥാനവുമാണ് ജ്യോതിഷത്തെ 6. അപ്പോൾ രോഗത്തെ കൊണ്ടും ശത്രുവിനെ കൊണ്ടും നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവനാണ്. അപ്പോൾ ബുദ്ധിയുടെ ആളാണ് ഈ വേഴൻ. അപ്പം നമ്മൾ ആലോചിക്കാതെ വളരെ ബുദ്ധി രാക്ഷസന്മാരായിരുന്നാൽ പോലും ചിന്തിക്കാതെ പ്രവർത്തിച്ച് ചതിയിലും വഞ്ചനകളിലും പെട്ടുപോകാതെ സൂക്ഷിക്കണം. ബുദ്ധി വേണ്ട തരത്തിൽ പ്രയോഗിക്കണം. എല്ലാവരെയും ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ചതയുന്ന ആളുകാർ. പക്ഷെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാതെ പല കുഴിയിലും ചാടിപ്പോകും. ചോരൻ കള്ളന്മാർ, മോഷണവും ചൂഷണവും ഉണ്ടാവും. ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ കടയിൽ കിടക്കുന്ന സാധനങ്ങൾ കള്ളന്മാർ കൊണ്ടുപോകാതെ സൂക്ഷിക്കണം. മോഷണവും ചൂഷണവും ഉണ്ടാവും. ചൂഷണം എന്ന് വെച്ചാൽ നമുക്ക് ജോലി വാങ്ങിച്ചു തരാമെന്നും അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്നും അതേപോലെ നമുക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉയർച്ച ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ ചെയ്യാമെന്നും പറഞ്ഞ ആളുകൾ നമ്മളെ പൈസ പറ്റിക്ക് റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ ഇതൊക്കെ കളിച്ചും പൈസയൊക്കെ പോകും. കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡിയും ഇൻകം ടാക്സും ഒക്കെ നമ്മൾ ഉപദ്രവിക്കും. പൈസയില്ലാതെ കടത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ബാങ്കുകാർ ജപ്തിക്കും വരും. അപ്പം അങ്ങനെ കുറച്ച് സാമ്പത്തിക വിഷമതകളുണ്ട്. ക്ഷതം മറിഞ്ഞു വീണ് കൈകാലും ഓടിയണ മാത്രമല്ല, ആശുപത്രിയിൽ പോയാൽ സർജറിയൊക്കെ വേണമെന്ന് പറയും. രോഗം ചെറിയ അസുഖം വന്നാലും വലിയ രോഗമാണെന്ന് അങ്ങ് തോന്നി. ശത്രുക്കളെന്ന് പറയുമ്പോൾ ശത്രുത കൂടും. ഈ വേഴൻ ധനകാരകനും സന്താനകാരകനും ഒക്കെ ആയതുകൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ശത്രു. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ
വിരോധങ്ങൾ, എതിർപ്പുകൾ, അക്രമങ്ങൾ, സന്താനങ്ങളുമായിട്ട് വഴക്ക് കൂടക്കൊക്കെ ഉണ്ടാകുന്നത് ഈ വേഴൻ 6 സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ടാണ്. ലഗ്നാദി പൗരാദുപജയഹാനി ശുഭാശുഭ കുര്യ അന്യോന്യം ദ്വാദശ എന്ന് പറഞ്ഞ ഒരു പ്രമാണമുണ്ട്. എന്ന് വെച്ചാൽ ഈ 3, 6, 8, 12 ഈ ശുഭഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ദോഷങ്ങൾ കുറഞ്ഞിരിക്കുമെന്നാണ് സത്യാചാര്യർ പറയുന്നത്. അപ്പോൾ ഇവിടെ 6 വേഴം നിൽക്കുമ്പോൾ ദോഷം കുറഞ്ഞല്ലേ വരുമെന്ന് വെച്ചാൽ സൗമ്യജ ശത്രുക്ഷയോ ദോഷാണാം അഭാവഹ എന്നാണ്. ശത്രുക്കൾ ക്ഷയിക്കും, ദോഷങ്ങൾ കുറയും. പക്ഷെ എങ്കിലും ശത്രുക്കൾ ക്ഷയിച്ചെങ്കിലും തന്നെയും ശത്രുതയും കേസും വഴക്കും നിലനിൽക്കാനുള്ള യോഗവും ഉണ്ട്. അപ്പോൾ നമ്മൾ ദോഷമുണ്ടെന്ന് കരുതണം. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ഈ വർഷ അവസാനം 10-ാം മാസം മുതൽ ജനുവരി വരെ 7-ലോട്ട് സഞ്ചരിക്കുക. അത് ഇത്തിരി അനുഗ്രഹീതമാണ്. വേഴം 12 വർഷത്തിലൊരിക്കൽ 7 വരും. അപ്പം നമുക്ക് ഈ ഒരു അനുകൂലമായ രാശിയിലേക്ക് വേഴഗ്രഹം സഞ്ചരിക്കുന്ന സമയം സൗമ്യേ സപ്തമകെ വിവാഹ ഘടനമെന്നാണ്. ഇപ്പോൾ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സുവർണകാലമാണ്. വിവാഹ ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവും. വിവാഹം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ കല്യാണം കഴിക്കുന്നത് മാത്രമല്ല, പല ജാതിക്കാർ, മതക്കാർ, രാഷ്ട്രീയക്കാർ, സംഘടനക്കാർ, സമുദായക്കാരൊക്കെ ഒന്നിച്ചു കൂടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം. അതേപോലെ നമ്മൾക്ക് സമൂഹത്തിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പല ജാതി മതസ്ഥരിൽ നിന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങളിൽ നിന്നും സ്നേഹവും സഹായവും അനുകൂലവും പ്രതീക്ഷിക്കാവുന്ന ഒരു ഘട്ടമാണ്. ഭിന്നിച്ചിരിക്കുന്നവർ ഒന്നിച്ചു വരാനും ഭാര്യാഭർത്തൃ കുടുംബ ബന്ധം വേണ്ടാന്ന് തീരുമാനിച്ചവർക്ക് സ്നേഹിച്ച് ജീവിക്കാനൊരവസരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കുടുംബ ബന്ധങ്ങൾക്ക് കുറച്ചു താല്പര്യം കാണിച്ചാൽ, എന്നുവെച്ചാൽ വലിയ വിരോധം കാണിച്ചാൽ ഒരു കാലത്തും ബന്ധങ്ങൾ സ്നേഹിച്ച് വരില്ല. ചെറിയൊരു സ്നേഹം കാണിച്ചാൽ വലിയ വിരോധം വരെ മാറി നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ച് വരാൻ യോഗമുണ്ട്. കാരണം 7-ാണ്ട് ശനി എന്നുകൊണ്ടൊരു കുഴപ്പം ഈ ചതയ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 6 കൊല്ലം കൊണ്ടുണ്ട്. അത് സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും പൊരുത്തക്കുറവുകളുണ്ടാക്കി ജീവിതം തകർത്ത് കളയുന്ന ഒരു സുനാമിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബന്ധം തുടരണോ മതിയാക്കണോ എന്നൊക്കെ ചിന്തിച്ച് കേസിൻ്റെ നടുവിൽ നിൽക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണ് വ്യാഴി വരുമ്പോൾ. ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് സ്നേഹിച്ച് ജീവിക്കാമെന്ന് ചെറുതായിട്ടെങ്കിലും തോന്നും. നമ്മളും കൂടെ ഒന്ന് താല്പര്യം കാണിച്ചാൽ കോടതിയും കേസും ഒക്കെ അസ്തമിക്കാനും നമുക്ക് സ്നേഹിച്ച് കുടുംബ ബന്ധങ്ങൾ സന്തോഷജനകമായിട്ട് മാറ്റാനും നമുക്ക് കഴിയും. അത്രയ്ക്കും കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്ന സമയമാണ്. അർത്ഥലാഭകം, നഷ്ടം വന്നു പോയെന്ന് വിചാരിച്ച അർത്ഥങ്ങൾ, പൈസകൾ നമുക്ക് കിട്ടും, ജോലി കിട്ടും, അധികാരം കിട്ടും. നിങ്ങളൊരു ടെസ്റ്റിനാ, പരീക്ഷയ്ക്കാ, ഇൻ്റർവ്യൂവിനാ പോയാൽ സെലക്ഷനൊക്കെ കിട്ടും, ജോലിയും കിട്ടും. സെലക്ഷൻ കിട്ടിയാൽ മാത്രം പോലും റാങ്ക് ലിസ്റ്റിൽ കിടന്നാൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജോലിയും കിട്ടും, സെലക്ഷനും കിട്ടും. നമ്മൾ കൂടുതൽ പഠിച്ച് എല്ലാ കോഴ്സും കഴിഞ്ഞ് ഇനി എന്തൊക്കെ പഠിക്കാൻ പറ്റും അത്രയും പഠിച്ചതിന് ശേഷം മതി എനിക്കിനി കല്യാണം, ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം എന്ന് വിചാരിക്കാതെ നിങ്ങളിപ്പോഴേ നിങ്ങളുടെ ഉള്ള അറിവും കഴിവും ഉപയോഗിച്ച് ഒരു ജോലി കിട്ടാനും വിവാഹം കിട്ടാനും പരിശ്രമിച്ച ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ ചെറിയ കാലം കൊണ്ട് നേടി ജയിക്കാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ പല പരാജയങ്ങളും വിജയകരമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. വിദേശയാനം, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പോകാം, വിദേശത്ത് പഠിക്കാനും ജോലിക്ക് പോകുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ സാധിച്ചെടുക്കാൻ പറ്റും. അധികം ചെയ്യാൻ അധികമായ നേട്ടം നമുക്ക് കിട്ടും. അധികമായ നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ മെച്ചങ്ങൾ നമുക്ക് നേടി ജയിക്കാൻ പറ്റും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴൻ. അപ്പോൾ ഈ വേഴഗ്രഹം എന്ന് പറയുന്നത് അനുകൂലിച്ച് സഞ്ചരിക്കുമ്പോൾ ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാസദേവ എന്നാണ്. സത് പ്രതികൂലക സതി ന അനുകൂല. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായിട്ട് സഞ്ചരിക്കുന്ന സമയം സർവ്വവിധ ഐശ്വര്യങ്ങളും, പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്ന സമയം സർവനാശങ്ങളും വരുമെന്നാണ്. അപ്പോൾ വേഴത്തിൻ്റെ ഒരു സഞ്ചാരം നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഇവിടെ കുംഭൻ രാശിക്ക് ഈ വർഷം 2 രാശിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോട്ടങ്ങളുണ്ടെങ്കിലും
പിന്നീട് നേട്ടങ്ങളാണ്. വീണ്ടും ഈ വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹം 2027 6 മാസം കഴിഞ്ഞേ പിന്നെ അടുത്ത് 7ലേക്ക് വരും, തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ആ വ്യാഴത്തിന് വിഷ്ണുവിനെ ഭജിക്കണം, സുദർശന ഹോമം, മൃത്യുഞ്ജയ മന്ത്രങ്ങൾ ജപിക്കണം, ശത്രു സംഹാര പൂജകൾ നടത്തണം, ഐശ്വര്യ പൂജ നടത്തണം. ചെറിയൊരു ജോലി കിട്ടിയാലും അത് കളയരുത്. വലിയ ശമ്പളം കിട്ടിയില്ലെങ്കിലും ഉള്ളത് മതിയെന്ന് തൃപ്തിപ്പെടണം. ചെറിയ തടസ്സങ്ങളൊക്കെ വലിയ പരാജയമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. പ്രമോഷൻ കിട്ടിയാലും അയ്യോ ഇത് ഇരട്ടി ജോലിഭാരമാണെന്ന് തോന്നി നമ്മൾ കളയറ്റ് വരരുത്. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് ഇതൊരു പുതിയ തലമുറയ്ക്കുള്ളൊരു ഉപദേശമായിട്ട് കരുതണം. പഴയ ആൾക്കാരെല്ലാം തീ കുരുത്തത് കൊണ്ട് വെയിലത്ത് വാടൂല. എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടാണ് വളർന്നതും പഠിച്ചതും ജീവിക്കണതും. പക്ഷെ പുതിയ തലമുറ എന്ന് പറയുന്നത് സുഖിച്ചാണ് ജീവിക്കണത്. അവർ ഈ സുഖിച്ച് ജീവിച്ചിട്ട് പെട്ടെന്നൊരു ജോലിക്ക് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും അവിടെ ഉള്ള ദുരാനുഭവങ്ങൾ, സ്നേഹക്കുറവുകൾ, പാരകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ അട്ടിമറിക്കും കണക്ക് തോന്നും. അതുകൊണ്ട് അവർ വെയിലത്ത് ജനിച്ചതാണ്, അതുകൊണ്ട് തീയിൽ വാടിപ്പോവും. കാരണം തീ കുരുത്തത് വെയിലത്ത് വാടൂല, പക്ഷേ വെയിലത്ത് കുരുത്തത് തീയിൽ വാടിപ്പോവും എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളിപ്പോഴേ മുൻകരുതലുകൾ എടുക്കണം. എങ്ങനെ? എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും, ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മളോടൊരു വിരോധം കാണിക്കണവരെ പോലും സോപ്പിട്ട് പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഭഗവാനെ ഭജിക്കണം. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യണം. അവിടെ നേട്ടവും കോട്ടവും നോക്കരുത്. നമ്മളെ ജോലി എന്തൊക്കെയാണോ അത് കുറച്ച് ശക്തമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് 0 അല്ല ഹീറോ ആയിട്ട് വരാനുള്ള കഴിവുണ്ട്. പിന്നെ ഭയങ്കര ഭക്തരാണ് ഈ ചതയൻ നക്ഷത്രക്കാർ. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാളാണ്. അതുകൊണ്ട് അവരൊക്കെ ആത്മീകം, ദൈവികം, ഭക്തി ഒക്കെ ഉള്ളവരാണ്. അവരെല്ലാവർക്കും ഉപകാരം ചെയ്യുന്നതും നാട്ടുകാർക്കും കൂട്ടുകാർക്കും നല്ലത് ചെയ്യുന്നതും വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പരാജയങ്ങൾ ഉണ്ടാകാതെ അവരുടെ നാളിൻ്റെ ഗുണം കൊണ്ട് കുറേയൊക്കെ അവരങ്ങ് രക്ഷപ്പെട്ടു വരുമെങ്കിലും ഈ ഗ്രഹപ്പഴ കൊണ്ട് നമുക്ക് പരാജയങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. ചില ആൾക്കാർ ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, പെണ്ടാട്ടി ഉണ്ടായിരുന്നു, മാപ്പിള ഉണ്ടായിരുന്നു, എല്ലാം പോയി. എന്തോ ഗ്രഹപ്പഴയാണ്. അപ്പോൾ നമുക്ക് ഗ്രഹപ്പഴയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നാലാ ഗ്രഹപ്പഴയാണ്. അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമ്മുടെ വിദ്യയ്ക്കും ജോലിക്കും കുടുംബ ബന്ധങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും പുരോഗതി ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഇന്ന് തടസ്സം മാറാൻ വിഷ്ണുവിനെ ഭജിക്കണം. ഭാഗ്യ സൂക്ത ജപം, ഐക്യമത്യ സൂക്ത ജപം, ഗണപതി പൂജ, ഭഗവതി പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. 6 നിൽക്കുമ്പോൾ അരിഭവനെ സഹജൈവ മൃഗദാമ്പത്യ സ്ഥിതി കലഹ എന്നാണ്. 3ലും 6ലും വേഴം നിൽക്കുമ്പോൾ കലഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും അധികാരികളുടെയൊക്കെ വിരോധം നമുക്കുണ്ടാവും. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും നടപടികളുണ്ടാവും, പാരകളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ക്രിയാദികളും പദ്ധതികളും ജോലികളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു സാധാരണക്കാരനായിരുന്നാലും ഒരു കോടീശ്വരനാണെങ്കിലും അയാൾക്ക് ഒരുപോലെ തന്നെ ആയിരിക്കും ഈ സമയത്തുള്ള പീഡനങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ലത് വരും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ നല്ല ഐശ്വര്യ അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ ഉണ്ടാവും. ദശാകാലം ദോഷമാണെങ്കിൽ ഈ വേഴമാറ്റം കൊണ്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ട്. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ കുറച്ച് ദോഷങ്ങളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ജാതകത്തിലുള്ള ഫലങ്ങളാണ് പ്രധാനം. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗുണമായിട്ടും ദോഷമായിട്ടും നമുക്ക് വരും. അപ്പോൾ അത് നമുക്ക് പരിഹാരങ്ങളെ കൊണ്ടും ശ്രദ്ധാഭക്തി കൊണ്ടും നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തന്നാൽ ജാതകത്തിൻ്റെ ഗുണദോഷങ്ങൾ അറിയാൻ സഹായിക്കാം. പിന്നെ ആ കാലഭൈരവ ക്ഷേത്രത്തിൽ നമുക്ക് എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, വൈകുന്നേരം ഭദ്രകാളി പൂജ, പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. ആ പൂജയിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ സർവ്വദൈവങ്ങളും ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും
കാലഭൈരവനും ഹനുമാനും ഗായത്രി ദേവിയും നവഗ്രഹങ്ങളും ചാത്തസ്വാമിയും മാടസ്വാമിയും യക്ഷിയമ്മച്ചിയും യോഗീശ്വരനുണ്ട്, രക്ഷസ്, മന്ത്രമൂർത്തി, പിതൃക്കൾ, എല്ലാ നാഗത്താന്മാർ, ഭൂതത്താന് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര വലിയ വലിയ ദോഷങ്ങളുള്ളവർക്കും ഇതവിടെ വന്നൊന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ തീരാവുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷവും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.